പിന്നെ മിറ്റം തൂക്കുന്ന ഒത്തില്ല അവിടെ കാണും. ഒരു ഒരു കരിയിൽ കിടന്നു പോയാൽ ഇങ്ങോട്ട് വന്ന് ഓരോറ്റ ഞെരുടാ. ആര്? എൻ്റെ അമ്മ. അന്നേരം ഞാൻ ചിലപ്പോൾ അവിടെ നിന്നങ്ങ് പിടുത്തു പോകും. അതുപോലെ വെച്ചോ? പിന്നെ ഇല്ലയോ. അന്നേരം എൻ്റെ അച്ഛന് പറയും, നിന്നെ ഇപ്പം എന്തോ വേണമെന്നറിയാവോ, ഓരോറ്റ തട്ടിനങ്ങ് കൊല്ലണം. അന്നേരം എൻ്റെ ഞാൻ പറയോ, തട്ടല്ലേ, എൻ്റെ അമ്മ ചത്തുപോവേ. അന്നേരം എൻ്റെ അച്ഛൻ പറയില്ല മോനെ, അമ്മ അയ്യോ അച്ഛൻ ചുമ്മാതെ കളിപ്പിക്കാൻ പറഞ്ഞത്. അതെ, ഞങ്ങളെയൊക്കെ നല്ലപോലെ അടിച്ചും പിന്നെ മേല് നോവിച്ചുമൊക്കെ വളർത്തിയ ഇന്നത്തെ പിള്ളേരെ അതുവല്ലം ചെയ്യാൻ ഒക്കൂ. ഇന്നത്തെ പിള്ളേരെ ഒന്ന് ചെയ്താൽ അവർ 9 ചെയ്യും. എൻ്റെ പേര് സാവിത്രി. എൻ്റെ വീട്ടുപേര് മുതുകാടത്ത് മലയിൽ. അത് നെടുംപറയാറ്. പാറയുടെ ഇടുക്കിൻ്റെ അകത്തിൽ കൂടെ വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരും. അത് നല്ല കണ്ണുനീര് പോലെ കിടക്കുന്നതാണ്. അത് ഒരു പാത്രം കൊണ്ട് പോയി തലയിലോട്ട് ഒഴിച്ച് അപ്പോൾ ഒത്തിരി മുടിയുണ്ട്. ആ മുടി ഞാനങ്ങ് പിഴിഞ്ഞിട്ട് തല തോർത്തുന്ന് പറഞ്ഞാൽ ഈ തുമ്പിനെ വെള്ളം പോകത്തില്ല, തുമ്പ് കെട്ടിയിടും. അന്നേരം ഇങ്ങനെയാണെന്നോടി ഈ തുമ്പ് കെട്ടുന്നതെന്നും പറഞ്ഞ് തുമ്പ് വന്നങ്ങ് ഞറുക്കിക്കളഞ്ഞേച്ച് കണ്ടിച്ച് കളയോ? കത്രിക കൊണ്ട്. അന്നേരം നമുക്ക് പിന്നെ അത് കെട്ടാനൊക്കത്തില്ല. പിന്നെ കുളിപ്പിന് പിന്നെ അവിടെ ഇടും. കട്ടിലെ കിടക്കുന്ന ഉടനെ കട്ടിൻ്റെ ആ പിന്നെ വടി പോലെ ഉണ്ടല്ലോ, അതിലോട്ട് ഇടും ഉണങ്ങട്ടെന്നും കണ്ട്. അപ്പോൾ ഒരുപാട് മുടിയുണ്ട്. അതവിടെ നിരന്ന് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കും. ഉടനെ പറയുന്ന കണ്ട മുടി ചുമ്മാതാന്ന് വെല്ലത്തിലുമൊക്കെ പറന്ന് വീഴുന്നത്. ഇനി മുടി തീറ്റിയാണ് ഇവിടുത്തെ ജോലി. ആര് പറയുന്ന? ഞങ്ങളുടെ അച്ഛനും അമ്മാവന്മാരും ഒക്കെ പറയുന്നത്. അതിന് അന്നേരം പറയുന്നത് ഇതിനെ ആരെയും തല ഒതുക്കി കിടക്കണമെന്ന് പറയുന്നത്. അത് ഇതൊക്കെ കേൾക്കുന്നതാണെന്നു എന്നും പറഞ്ഞ് ചിലപ്പോൾ വന്ന് ഞെരുടുകയൊക്കെ ചെയ്യും. ആ ഞെരുടിന് ഞാൻ പെടുത്തു പോകുന്നത്. വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും ഞങ്ങൾ 4 പേരാന്ന് പറഞ്ഞില്ലേ, അവരും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാം വല്ലതൊക്കെ ചെയ്യും. ഞാനുള്ളൊരു ഇളയത് ആയതുകൊണ്ട് എന്നെ കൊച്ചെന്നാണ് വിളിക്കുന്നത്. കൊച്ചിനെ കൊണ്ടൊന്നും ചെയ്യിക്കത്തില്ല. മൂത്തത് ചന്ദ്രിക, രണ്ടാമത്തേത് രുക്മിണി, മൂന്നാമത്തേത് സാവിത്രി, രണ്ടാമത്തേത് അവൻ്റെ ഉണ്ണികൃഷ്ണൻ. എന്നിട്ട് ഉണ്ണികൃഷ്ണനെന്ന് വിളിക്കുന്ന ഉടനെ കുഞ്ഞെന്തോന്ന് വിളിയേക്കുന്ന ഉടനെ എനിക്ക് അവനെ എടുക്കാനൊക്കത്തില്ല, അവന് നല്ല വണ്ണമാണ്. ഞാൻ ചെന്ന് എൻ്റെ ഉണ്ണികൃഷ്ണ മോനേന്നും പറഞ്ഞ് പൊക്കിയെടുക്കാൻ തുടങ്ങുന്നോണ്ട് പറയും, എന്നെ വിടരുത് കൊച്ചേ, വിടരുത് പെണ്ണേ, നീ എന്നെ പൊക്കുവോ എന്ന് പറയുന്നോളെ. ഞാൻ പറയും, ഞാനൊന്ന് പൊക്കി നോക്കട്ടെ. പൊക്കാൻ തുടങ്ങുന്ന ഉടനെ അവനങ്ങ് താഴെ വീഴും. 5 വയസ്സുള്ളപ്പോൾ അവനങ്ങ് മരിച്ചു പോയി. പിന്നെ ഞങ്ങൾക്ക് ആൺപിള്ളേരെ കാണുന്നിടത്ത് അങ്ങ് കൊതിയാണ്. അങ്ങനെ പിന്നെ എനിക്ക് എന്നെ കല്യാണം കഴിച്ച് ഒത്തിരി നാൾ കഴിഞ്ഞ് ആ പൊന്നുകുട്ടനുണ്ടായിരുന്നു. അമ്മൂമ്മ എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചേ? എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചേ? 10-12 വയസ്സേ ഉള്ളൂ അമ്മൂമ്മ കല്യാണം കഴിപ്പിക്കും. അന്ന് ഈ കെട്ടുകല്യാണം നടത്തും മോനെ. അങ്ങനെ അപ്പൊ പിന്നെ ആ ചെറുക്കനെ കൊണ്ട കെട്ടിക്കത്തുള്ളൂ. അമ്മ എവിടെയാ കെട്ടിച്ചു വിട്ടേ? പുലിയൂരോ? തൃപ്പുലിയൂര്. ചേർത്ത് പറയണം. എന്തുവാ അമ്മൂമ്മേ? തിരുവാറന്മുള ഇല്ലയോ, അപ്പൊ ആ തൃപ്പുലിയൂരും ചേർത്ത് പറയണം. അതിന് അങ്ങനെ പറയുന്നത്. തിരുവാറന്മുള, തൃപ്പുലിയൂര്, തൃക്കുടിസ്ഥാനം, പിന്നെ വേറെ ഒരിടവും കൂടെ ഉണ്ട്. അതെവിടാന്ന് ഞാൻ ഓർക്കുന്നില്ല ഇപ്പം.
5 സ്ഥലമാണ്.